ഉടമസ്ഥതയിലുള്ള വേട്ടേക്കോട് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യം നീക്കി ഭൂമി വീണ്ടെടുക്കുന്ന ബയോമൈനിങ് പ്രക്രിയ പൂർത്തീകരണത്തിലേക്ക്. 21,018 മീറ്റർ ക്യൂബ് മാലിന്യമാണ് ഇതുവരെ നീക്കിയത്. കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ജ്വലനശേഷിയുള്ളവ കോയമ്പത്തൂരിലെ ഡാൽമിയ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ 1701 മെട്രിക് ടൺ RDF കയറ്റി അയച്ചു. 1500 മീറ്റർ ക്യൂബ് RDF കൂടി ഉടൻ കയറ്റി അയക്കും. പിന്നാലെ ബയോമൈനിങ് അവസാനഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായ ബാക്ക് ഫില്ലിംഗ് ആരംഭിക്കും. ഈ മാസം അവസാനത്തോടെ ബാക്ക് ഫില്ലിംഗ് തുടങ്ങാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ബാക്ക് ഫില്ലിംഗ് കൂടി പൂർത്തിയാക്കിയാൽ മാലിന്യം നിറഞ്ഞു കിടന്നിരുന്ന 1.1 ഏക്കർ ഭൂമി വലിയ മൈതാനമായി മാറും. ഇവ പിന്നീട് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാകും. ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് ബയോമൈനിങ് പ്രവൃത്തി നടത്തുന്നത്. 3 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ബയോമൈനിങ്ങിന്റെ ദിനംപ്രതിയുള്ള പുരോഗതി തദ്ദേശ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടങ്ങിയ സിറ്റിസൺ എൻഗേജ്മെന്റ് ഫോറം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴി പ്രദേശവാസികളെ കൃത്യമായി അറിയിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SMS കമ്പനിയാണ് മാലിന്യം നീക്കി സ്ഥലം പൂർവാവസ്ഥയിലാക്കാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.